ലോകം ഇനിയും ഉണർന്നിട്ടില്ലാത്തൊരു പുലരിയിൽ ചിലരുടെ മനസ്സ് മാത്രം ഉണർന്നിരിക്കും. കാരണം അവർക്കുറക്കം പോലും ഒരാഡംബരമാണ്. ഓരോ ദിവസവും തുടങ്ങുന്നത് ഒരു ഭാരത്തോടെയാണ്, പറയാൻ ആരുമില്ലാത്ത ഉത്തരവാദിത്തങ്ങളോടെയാണ്. വീട്ടിലെ ചെറു ശ്വാസങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഒരുപക്ഷേ ഒന്ന് തളർന്നേക്കാം. പക്ഷേ അതേ നിമിഷം തന്നെ ഒരു ഉറച്ച തീരുമാനവും അവിടെ പിറക്കുന്നു. ഈ കുടുംബം, ഈ മുഖങ്ങൾ, ഈ നിശബ്ദ വിശ്വാസം എന്തു വന്നാലും കൈവിടില്ല എന്ന വാഗ്ദാനം. ജോലി എളുപ്പമല്ല, ആരും ശ്രദ്ധിക്കാറില്ല, അഭിനന്ദനങ്ങളുമില്ല. പക്ഷേ ഓരോ ചുവടിലും അവൻ ചുമക്കുന്നത് തൻ്റെ സ്വപ്നങ്ങളല്ല, മറിച്ച് മറ്റുള്ളവരുടെ നാളെയാണെന്ന് അവനറിയാം. വിയർപ്പും ക്ഷീണവും ഒരുമിച്ച് ചേർന്നാലും അവൻ മുന്നോട്ട് തന്നെ പോകും. ചുറ്റും ലോകം ആസ്വദിക്കുന്നത് കാണുമ്പോൾ ചില ആഗ്രഹങ്ങൾ കണ്ണുകളിലേക്കെത്തും. പക്ഷേ അവയെ ഹൃദയത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതെ നിശബ്ദമായി പിന്നോട്ട് മാറ്റും. കാരണം ചില സന്തോഷങ്ങൾ തെളിക്കലിലൂടെയാണ് വലിയ അർത്ഥം നേടുന്നത്. വിശപ്പുണ്ടാകും, ശരീരം ഓർമ്മിപ്പിക്കും, പക്ഷേ അവൻ പറയില്ല. കാരണം വീട്ടിലെ ചിരി നിലനിൽക്കണമെങ്കിൽ തൻ്റെ വിശപ്പിനെ അവൻ മൗനത്തിലേക്ക് തള്ളിവിടണം. അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു സന്ദേശം, ഒരു വാർത്ത, ഒരു നിമിഷം എല്ലാം തകർന്നു പോകുമെന്ന തോന്നൽ നൽകുമ്പോൾ ഹൃദയം നടുങ്ങും, ഭയം നിറയും. പക്ഷെ അതേ നിമിഷം തന്നെ ഉള്ളിൽ നിന്നൊരു ശബ്ദമുയരും: ഇപ്പോൾ തളരരുത്, ഇപ്പോൾ തകരരുത്, കാരണം ആശ്രയിക്കുന്നവർ കാത്തിരിക്കുന്നു. പിന്നീടൊരു നന്മയുള്ള മുഖം, ഒരു കരുണയുള്ള ശബ്ദം, ഒരു സഹായഹസ്തം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു പ്രകാശം തെളിയും. ആശ്വാസത്തിൻ്റെ ശ്വാസം അവൻ ആഴത്തിലെടുക്കും. കണ്ണുകൾ നന്ദിയോടെ നനയും. ആ നിമിഷം അവൻ മനസ്സിലാക്കും, എല്ലാം അവസാനിച്ചിട്ടില്ലെന്ന്, ലോകം മുഴുവൻ കഠിനമല്ലെന്ന്. ചിലപ്പോൾ ഒരു ചെറിയ സഹായം, ഒരു ചെറിയ കരുണ ഒരാളെ വീണ്ടും നിവർന്നു നിൽക്കാൻ മതിയെന്ന്. അവസാനം അവൻ നേരെ നിൽക്കും. ചുമലുകൾ അല്പം ഉയർത്തും. കണ്ണുകളിൽ ഭയമല്ല, മറിച്ച് ഉറച്ച ആത്മവിശ്വാസം നിറയും. ഈ യാത്ര ഇനിയും തുടരാനുണ്ടെന്ന്, തൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ലെന്ന്. കാരണം ഓരോ ത്യാഗത്തിനും ഒരു ദിവസം അർത്ഥമുണ്ടാകും. ഓരോ മൗനത്തിനും ഒരു ദിവസം ശബ്ദമുണ്ടാകും. ഓരോ കണ്ണുനീരിനും ഒരു ദിവസം ഒരു ചിരി പിറക്കും. അതുവരെ അവൻ മുന്നോട്ട് തന്നെ പോകും.